ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്ത സാരീസ് കാണിക്കാനായിട്ടാണ്. സാരീസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയുവാണ്. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത സാരികളുടെയൊക്കെ വീഡിയോസ് നേരത്തെ കാണിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് അതിന്റെ പ്രൈസ് പറയാതെ എന്താണ് ഈ സാരി മാത്രം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഓരോ സാരിയും നമ്മൾ ഒത്തിരി പറഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെയാണ്. അതിനകത്ത് ഓൾറെഡി മെറ്റീരിയൽ കോസ്റ്റ് ഇപ്പം നമ്മൾ കോട്ടൺ കോട്ടയാണെങ്കിലും സിൽക്കി കോട്ടയാണെങ്കിലും ഓർഗൻഡി ആണെങ്കിലും നമ്മൾ ഓൾറെഡി അറിയാം. നമ്മൾ പ്ലെയിൻ സാരി ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ എല്ലാം മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എംബ്രോയിഡറിയുടെ കോസ്റ്റ് നമ്മൾ പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മുടെ അടുത്ത് നേരിട്ട് കോൺടാക്ട് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ എത്ര ഡിസൈൻ വേണം അതൊക്കെ അനുസരിച്ച് നമ്മൾ പറയും. നമ്മൾ ഓരോ ഡിസൈനും ഇത്ര രൂപ വെച്ചിട്ട് ചിലപ്പോൾ ഒന്നും ചാർജ് ചെയ്യാറില്ല. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പ്രൈസ് ആയി പോകും. നമ്മൾ ഒരു ഡിസൈൻ ഇപ്പോൾ 2 മണിക്കൂർ എടുത്തു, 2 മണിക്കൂറിന് 400 രൂപയായിട്ട് അങ്ങനെയൊന്നും നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം ചിലപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് അടുത്ത ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് 3-3.5 മണിക്കൂർ കൊണ്ട് തീർന്നു വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ഡിസൈൻ ചില സമയത്തൊന്നും ചാർജ് ചെയ്യാറില്ല. എസ്പെഷ്യലി ഞാൻ ഹാൻഡ് എംബ്രോയിഡറിയുടെ കാര്യം പറയുന്നത്. മിഷൻ എംബ്രോയിഡറി ഈ പറഞ്ഞ പോലെ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും. അതായത് നമുക്ക് 30 മിനിറ്റിന്റെ ഒരു ഡിസൈൻ ആണെങ്കിൽ അത് എല്ലാ ഡിസൈനും നമുക്ക് 30 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഹാൻഡ് എംബ്രോയിഡറി അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സാരി ചെയ്ത് തീർക്കാനായിട്ട് എടുക്കുന്ന സമയത്തിന്റെ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ഓരോ സാരിക്കും റേറ്റ് ഇടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ സാരിക്കും ഇത്ര റേറ്റ് എന്ന് പറയാത്തത്, ഒരു ഡിസൈൻ ഇത്ര റേറ്റ് എന്നൊന്നും പറയാത്തത്. അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാ സാമ്പിൾസ് ആണ്. അതായത് നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ റിപ്ലിക്ക ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് ഓൾറെഡി ഡിസ്പാച്ച് ചെയ്ത സാരികളായിരിക്കും കാണിക്കുന്നത്. അപ്പം ഈ സെയിം ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷനിലോ മെറ്റീരിയലോ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള കളർ ഡിസൈൻ ഏതാണെന്നുള്ള സ്ക്രീൻഷോട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഓരോരോ സാരീസ് ആയിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ലൈറ്റ് പീച്ച് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഈ ഒരു വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ചിക്കൻകാരി വർക്കുള്ള ഒരു സാരിയാണ്. ചിക്കൻകാരി വർക്കുകൾ നമ്മൾ പൊതുവേ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലായിരിക്കും ചെയ്യുന്നത്. ഇതൊരു റിപ്പീറ്റ് ഓർഡർ ആണ്. നമ്മളിതൊരു ബ്ലൂവിലൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു, ഒരു പൗഡർ ബ്ലൂവിലൊക്കെ. അപ്പം അതിന് ആ ഒരു സാരി കണ്ടതിന് റിപ്പീറ്റ് ആയിട്ട് ഓർഡർ വന്നിരിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആ ഒരു നല്ലൊരു പെറ്റൽസ് പാറ്റേണിലാണ് ഇതിനുള്ളിലെല്ലാം ഷാഡോ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഫുൾ മോട്ടീവ് ഒരു മാംഗോ ഡിസൈനാണ്. അത്യാവശ്യം നമ്മുടെ കൈപ്പത്തിയുടെ ഒക്കെ വലിപ്പത്തി വരുന്നത് പോലത്തെ ഒരു മാംഗോ ഡിസൈനാണ്. ഇതിന്റെ പല്ലുവിന്റെ മെയിൻ എൻഡിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. അതിന്റെ ചിക്കൻകാരി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ കളർ യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വൈറ്റ് കളറാണ് നോർമലി നമ്മൾ ഒരു ചിക്കൻകാരി മോട്ടീവ് ഡിസൈൻ കൊടുക്കുന്നത്. ഇത് സാരിയുടെ ഉള്ളിൽ വരുന്നതിനാണ്, അതായത് പല്ലുവിന്റെ ഉൾവശത്ത് വരുന്നിടത്തും സെയിം സൈസിലുള്ള സെയിം ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലൊന്നും നമ്മൾ ഡിസൈൻസ് ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈൻസ്, നമ്പർ ഓഫ് ഡിസൈൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷൻ വരുന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് തന്നെയാണ് 2 ഡിസൈൻസും ചെയ്തിരിക്കുന്നത്. ഒരു ചിക്കൻകാരി മോട്ടീവ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് പോലെയല്ല, ഷാഡോ വർക്ക് ആണല്ലോ. പ്രത്യേകിച്ച് ലൈറ്റ് കളറിൽ ആ ഒരു പീച്ച് കളറും ആ ഒരു വൈറ്റ് കളറുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്തതിനകത്ത് ആ ഒരു ഡിസൈൻ കാണാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. അതിനകത്ത് ലാസ്റ്റ് ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡിങ് പോസിൽ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ. എല്ലാം സെയിം സൈസിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു സാരിയിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വേണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് ബ്ലൗസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പീച്ചിൽ വൈറ്റ് കളറിൽ നമ്മൾ സാരിയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വൈറ്റിൽ പീച്ച് കളറിലാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് പോലെ ഇതിനകത്ത് സാരിയിൽ വരുന്ന വർക്കിന്റെ കളറുള്ള ബ്ലൗസിൽ സാരിയുടെ കളറുള്ള വർക്ക് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇതുണ്ടോ, സ്ലീവിൽ കുറച്ചും കൂടെ സൈസ് കുറച്ചാണ് നമ്മൾ ആ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ സാരിയിൽ ചെയ്തിരിക്കുന്ന അത്രയും വലുപ്പത്തിലല്ല മാംഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ സൈസ് ചെറുതായിട്ട് സ്ലീവിൽ കാണാൻ പോകുന്ന പോലെ ഒരു ചെറിയ ഡിസൈൻ ആയിട്ട് നമ്മൾ സ്ലീവ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കസ്റ്റമറിന് എങ്ങനെയാണോ ചോയ്സ് അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാമെന്ന് പറഞ്ഞത് എക്സാക്ട്ലി നമ്മളത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയാസും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് സാരി. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഡിസൈനും നമ്മൾ നേരത്തെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും റിപ്പീറ്റഡ്ലി സാരീസ് കാണിക്കുന്നതല്ല. ഒരുപാട് ആൾക്കാർ നമ്മൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പം നമ്മൾ കാണിക്കുന്ന വീഡിയോ ആയിരിക്കും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്നേരം ചെയ്യുന്ന വർക്കുകളെല്ലാം വീണ്ടും വീണ്ടും ഡിസ്പ്ലേ ചെയ്ത് പോകുന്നത്. എനിക്കറിയാം റെഗുലർ ആയിട്ടുള്ള വീഡിയോ കാണുന്ന ആൾക്കാർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സാരീസ് ആയിരിക്കും പിന്നെയും കാണുന്നത്. നമുക്ക് കൂടുതലും ഓർഡേഴ്സ് വരുന്നത് ഇതുപോലെ സാരീസ് കണ്ടിട്ട് അത് സെയിം ആയിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത്. അതുകൊണ്ടാണ്
തോന്നുന്നതാണ് വീണ്ടും വീണ്ടും. എന്നാലും ഞാൻ അടുപ്പിച്ച് വീഡിയോസിലൊക്കെ വരാതെയൊക്കെ ശ്രമിക്കാറുണ്ട്. ഇതിപ്പം കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തൊരു സാരിയാണ്. അപ്പം ഇതിനകത്ത് ഒരു മജന്ത ഷെയ്ഡിൽ വരുന്നത് പോലെയാണ് ഇതിനകത്ത് ഈ ലൈസി ഡേസി പാറ്റേണിൽ ഈ ഒരു ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്, ചെറിയ ബ്രാഞ്ചസും. ഇത് ശരിക്കും നമ്മുടെ ഓൺ ഡിസൈൻ അല്ല. നമുക്ക് നേരത്തെ ഫസ്റ്റ് ഒരു കസ്റ്റമർ നമുക്ക് ഒരു ഏതോ ഒരു ഫോട്ടോ കാണിച്ച് വേറെ എവിടെയോ ചെയ്തൊരു സാരിയുടെ ഫോട്ടോ കാണിച്ച് നമുക്ക് ആ സാരി ചെയ്തു തരാമോ എന്ന് ചോദിച്ച് നമ്മൾ ചെയ്തതാണ്. പക്ഷെ നമ്മൾ ആ സാരി ചെയ്ത് ഇട്ട സമയത്ത് അതിന് റിപ്പീറ്റ് ആയിട്ട് വന്ന ഓർഡേഴ്സാണ് ഈ ഡിസൈൻ. നമ്മളിപ്പോൾ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം വീണ്ടും ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഡിസൈൻ. ഇതിനകത്ത് നമ്മൾ പല്ലു പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ 3 ഡിസൈൻസ് ആണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോഴത്തേനും നന്നായിട്ട് കാണാവുന്ന പോലെ തന്നെ 3 ഡിസൈൻസ് ആയിട്ടാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നല്ല നീളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്ന ഡിസൈൻസ്. ഒരു കൈപ്പത്തിയേക്കാളും ഒക്കെ നീളത്തിൽ വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത്രയും ലെങ്തിൽ ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ ഒരു ചെസ്റ്റ് പോർഷനിൽ 3 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് വരുമ്പം സെന്ററിൽ 2 വലിയ ഫ്ലവറും ചെറിയൊരു ബഡ് പാറ്റേണുമാണ് വരുന്നത്. തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് അല്ല വരുന്നത്. പക്ഷെ ഇതിനകത്ത് കളർ കോമ്പിനേഷൻ ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നമ്മൾ ഉടുത്ത് വരുമ്പം കാണാനായിട്ട് പറ്റും. ഡെയിലി വെയറിന് പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനുമാണ്. ഇതിനകത്ത് ലാസ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും സ്റ്റാൻഡിങ് പോസിലാണ് ഡിസൈൻസ് കൊടുക്കാറ്. ഇത് ഈ ഒരു പാറ്റേണിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റാൻഡിങ് പോസിൽ ചെയ്യുന്നതിലും ഭംഗി ഇത് ഈ ഒരു പാറ്റേണിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് റൈറ്റ് ലെഗ് പോർഷനിലും ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച സാരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സെയിം കസ്റ്റമർ ഓർഡർ ചെയ്തൊരു സാരിയാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ഓണിയൻ ഷെയ്ഡ്, അതായത് നമ്മുടെ ഈ ഒരു ത്രെഡിനോട് മജന്ത ഒടിയൻ ഷെയ്ഡ് വരുന്നത് പോലെയാണ് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് പോലെ ബ്ലൗസ് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ബ്ലൗസിന്റെ ഓപ്പോസിറ്റ്, സാരിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ബ്ലൗസിൽ വർക്ക് വരുന്നത് പോലെയാണ് ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസും സാരിയും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ബ്ലൗസ് അവൈലബിൾ ആവുന്ന എല്ലാ ഷെയ്ഡ്സിലൊന്നും നമുക്കിപ്പം ബ്ലൗസ് അവൈലബിൾ അല്ല. ബ്ലൗസ് അവൈലബിൾ ആവുന്ന ഷെയ്ഡ്സിലൊക്കെ നമുക്ക് ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടും ബ്ലൗസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഇപ്പം കോട്ടൺ കോട്ടായിലല്ല വേറെ എന്തെങ്കിലും മെറ്റീരിയൽ, ഇപ്പം 2x2 കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലും നമുക്ക് ഈ പറഞ്ഞ പോലെ കോട്ടയുടെ ബ്ലൗസ് തന്നെയായിരിക്കും പെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു എലഗൻസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വിത്ത് ബ്ലൗസ് വരുമ്പം സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഇത് ഗ്രീൻ കളറിലെ കോട്ടൺ ചെക്കോട്ടായിൽ നമ്മൾ റെഡിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ്. സെയിം കോമ്പിനേഷനും ഡിഫറെന്റ് കളർ കോമ്പിനേഷനിലും ഒക്കെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിപ്പോ നമുക്ക് കറന്റ് പുതിയ ഡിസ്പാച്ച് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നമുക്ക് സെയിം ആ ഒരു റിപ്പീറ്റ് ആയിട്ട്, അതായത് നമ്മൾ ആ കണ്ട സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു തരാനായിട്ടുള്ള ഒരു ഓർഡർ ആണ്. അതിനകത്ത് നമ്മൾ പല്ലുവിന്റെ എൻ പോർഷനിൽ ഇതുപോലെ ഒരു വലിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിൽ വരുന്നിടത്ത് ഈ ഒരു ചെറിയ ഡിസൈൻ തന്നിട്ടുണ്ട്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഡിസൈനിന്റെ സ്റ്റിച്ചുകളും അങ്ങനത്തെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്, പുതിയൊരു ഡിസൈൻ അല്ല. പിന്നെ റണ്ണിങ് പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ 2 ഡിസൈൻസ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു കവറേജ് വരുന്നൊരു സൈസിൽ തന്നെ നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. സ്റ്റാൻഡിങ് പോസിലാണ് റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു ഷെയ്ഡിന് ബ്ലൗസ് അവൈലബിൾ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടില്ല, സാരി മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് എല്ലാ ഷെയ്ഡ്സിനും ബ്ലൗസ് അവൈലബിൾ അല്ല, ചില ഷെയ്ഡ്സിന് മാത്രമേ ബ്ലൗസ് അവൈലബിൾ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് 5.5 മീറ്റർ സാരി മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്ന ഒരു ഡിസൈൻ ആണ്. ലെമൺ യെല്ലോ ഷെയ്ഡിൽ ഈ സെയിം കളർ കോമ്പിനേഷനിൽ നമ്മളൊരു സാരി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാരി കണ്ടതിന് സെയിം റിപ്പീറ്റ് ഓർഡർ വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മളൊരു 3 ഫ്ലവേഴ്സ് ചെറിയ ഫ്ലവർ ബഞ്ച് പാറ്റേണിലാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും സാറ്റൻ സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫേൺ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഗ്രീൻ പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു ഡിസൈനാണ് നമ്മൾ ഇതിന്റെ പല്ലു പോർഷന്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. പല്ലു പോർഷന്റെ ഉള്ളിൽ വരുന്നിടത്ത്, അതായത് ഉള്ളിലെ എൻഡിലും നമ്മൾ ഇതുപോലെ 2 ഫ്ലവേഴ്സും ചെറിയൊരു ലീഫ് പാറ്റേണും വരുന്നത് പോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെയിം ഡിസൈൻ നമ്മൾ ഇതിന്റെ റണ്ണിങ് പോർഷനിലും, അതായത് ഈ 2 ഫ്ലവർ വരുന്ന ഡിസൈൻ ഇതിന്റെ റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ റണ്ണിങ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. അതുപോലെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ 3 ഡിസൈൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ നമ്മൾ പല്ലുവിന്റെ എൻഡിൽ കണ്ട സെയിം പാറ്റേണിൽ വരുന്നത് പോലത്തെ 3 ഡിസൈൻസ് ഇതുപോലെയാണ് നമ്മൾ ഇതിനകത്ത്
ഡിസൈൻ കൊടുത്തിരിക്കുന്നത്, സെയിം സൈസിൽ വരുന്ന പോലത്തെ. ഇത് മൾട്ടി കളർ ത്രെഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ഓറഞ്ചും പിങ്കും യെല്ലോയും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു മൾട്ടി കളർ ത്രെഡ്, ഡബിൾ ഷെയ്ഡ് ത്രെഡ് അല്ല, മൾട്ടി കളർ. ഡബിൾ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഒരു ഷെയ്ഡിന്റെ ലൈറ്റും ഡാർക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. ഇത് മൾട്ടി കളറാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സിന്റെ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ്. ആ ത്രെഡിന്റെ റേറ്റിലും വ്യത്യാസമുണ്ട്. നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വാങ്ങിക്കുന്നതിനേക്കാളും ഈ ഒരു മൾട്ടി കളർ ത്രെഡിന് വ്യത്യാസമുണ്ട്. നോർമൽ ആങ്കറിന്റെ ത്രെഡ് തന്നെയാണ്, നമ്മൾ ആങ്കറിന്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ എംബ്രോയിഡറിയും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മൾട്ടി കളർ വരുന്ന ഒരു ഷെയ്ഡ് ത്രെഡാണിത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന 3 ഡിസൈൻസ്. ഇതിനുശേഷം നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ സെയിം ഡിസൈൻ സ്റ്റാൻഡിങ് പോസിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുവാണേ. ഇതിനകത്ത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. നമ്മൾ പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ, അത് റണ്ണിങ് പോർഷനിലൊക്കെ കൊടുത്ത സെയിം ഡിസൈൻ തന്നെയാണ്. ബ്ലൗസിൻ്റെ 2 സ്ലീവ്സിലും ഇതുപോലെ 2 ഫ്ലവറും ചെറിയ ലീഫ് പാറ്റേണും ഒക്കെ വരുന്നൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ച പോലത്തെ സാരീസ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം ഈ ഡിസൈൻസ് മാത്രമല്ല, നമ്മൾ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടാൽ അറിയാം, നമ്മൾ ഒരുപാട് ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സാരീസ് ഒക്കെ തന്നെയാണ്. അപ്പം നമുക്ക് കൂടുതലും ആ ഒരു സാരീസ് കണ്ട റെഫറൻസ് വെച്ചാണ് ഓർഡേഴ്സ് വരാറ്. ഒത്തിരി ആൾക്കാരും ഈ കണ്ട ഡിസൈൻ തന്നെയായിരിക്കും വീണ്ടും ഓർഡർ തരുന്നത്. ഒരു ബഡ്ജറ്റ് അനുസരിച്ച് ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ഫ്യൂ ആയിട്ടുള്ള ഓർഡേഴ്സേ വരാറുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് കാണിക്കേണ്ടി വരുന്നത്. എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഡിസൈൻസ് പുതുതായിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് ഒരു പാറ്റേൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് പറഞ്ഞാലും നമുക്ക് അതനുസരിച്ചും മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും ചെയ്തു തരാം. ഹാൻഡ് എംബ്രോയിഡറി നമ്മുടെ ഡിസ്പാച്ച് ടൈം വരുന്നത് 65 വർക്കിംഗ് ഡേയ്സും, അതുപോലെ മിഷൻ എംബ്രോയിഡറി നമ്മുടെ ഡിസ്പാച്ച് ടൈം വരുന്നത് 15 വർക്കിംഗ് ഡേയ്സും ആണ്. നമ്മൾ മിഷൻ എംബ്രോയിഡറിയിൽ യൂണിഫോം സാരീസും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ടൈപ്പിലേക്ക് ഏതിലുള്ള സാരീസ് ചെയ്യിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.